Hi viewers, welcome to Naturals. നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ലൈറ്റ് മേക്കപ്പ്. ഇപ്പം നോർമലി നമ്മൾ ഏതെങ്കിലും മാരേജ് ഫംഗ്ഷൻ അല്ല റിസപ്ഷൻ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ഈ ലൈറ്റ് മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ലുക്ക് ഇരിക്കുന്നത് അത് നമ്മൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഓൾറെഡി ഹെയറിൻ്റെ അത് ചെയ്ത് കഴിഞ്ഞു, ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് ഉണ്ട്, അത് നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഫേസ് അവർ വാഷ് ചെയ്തോ എന്തെന്ന് നമുക്കറിയത്തില്ല, ബട്ട് എന്നാലും നമ്മൾ ജസ്റ്റ് ഒരു വെറ്റ് ടിഷ്യൂ ഇട്ട് വൈപ്പ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഓയിലി ആണെങ്കിൽ ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫേസ് വാഷ് അല്ല നമ്മൾ ക്ലൻസിങ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ഇപ്പം ഓൾറെഡി അവരുടെ ഫേസ് സ്കിന്ന് നല്ല ഡ്രൈ ആയിട്ടായിരിക്കുന്നത്, അപ്പം ഫേസ് വാഷ് ഒന്നും വേണ്ട, ജസ്റ്റ് വെറ്റ് ടിഷ്യൂ ഇട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്താൽ മതി. നമ്മുടെ നാച്ചുറൽസിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് വെച്ചാൽ ക്രൈലോണും മാക്കാണ്. നമ്മളിപ്പോൾ ലൈറ്റ് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, ഇപ്പം ക്രൈലോൺ ആണ് കാണിച്ചു തരുന്നത്, ക്രൈലോൺ ബ്രാൻഡാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇവർക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ചെറിയ മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് കൺസീലർ ഇടാൻ പോകുന്നത്. ഭയങ്കര ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ പ്രൈമറാണ് ഇടുന്നത്, പക്ഷേ ഇവർക്ക് നല്ല ഡ്രൈ ആണ്, അതുകൊണ്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നത്. ഇതിന് പ്രൈമർ അത്രയും ആവശ്യമില്ല. ഇപ്പം കൺസീലർ ആണ് ഇടുന്നത്. ഇവർക്ക് ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അപ്പം അത് റെഡ് പിഗ്മെൻറ്റേഷൻ ആയിട്ടായിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ലൈറ്റ് ഗ്രീൻ കൺസീലറും പിന്നെ ഓറഞ്ചും ഇട്ടിട്ട് നമ്മൾ കവർ ചെയ്യുന്നു. ഇപ്പം നമ്മൾ കൺസീലർ ഫിനിഷായി. നെക്സ്റ്റ് ടോൺ കൺസീലറാണ്. ഈ ടോൺ കൺസീലർ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈ മേക്കപ്പിലോട്ട് പോകും. നമ്മുടെ സ്കിൻ ടോൺ ഏതാണെന്നനുസരിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഈ നെക്കിൻ്റെ അവിടെ ചെക്ക് ചെയ്യണം. നമ്മളിപ്പം ഈ കൺസീലർ എല്ലാം ഫിനിഷായി. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പിലോട്ട് പോവാം. ഈ ടോൺ കൺസീലറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്യൂട്ടി ബ്ലെൻഡർ ഇട്ട് ബ്ലെൻഡ് ചെയ്യണം. ബേസ് ഷാഡോ കൊടുത്തിട്ട് പിന്നെ അവർക്ക് ഫേസിൽ ഏതാ സൂട്ടാവുന്നതെന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. സ്മോക്കി ഐ ഷാഡോ നമ്മൾ ഒത്തിരി ഗോൾഡിഷ് അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഗോൾഡ്, ലൈറ്റ് ഗോൾഡും പിന്നെ കോപ്പർ, പിന്നെ അത് കഴിഞ്ഞിട്ട് എഡ്ജിൽ ബ്രൗണും ബ്ലാക്കും ആയിട്ട് സ്മച്ച് ചെയ്തിടുക. ഹൈലൈനർ നമുക്ക് കസ്റ്റമറുടെ ഐസിൻ്റെ അനുസരിച്ച് ആണ് ചെയ്യുന്നത്. അപ്പം അത്രയും ചെറിയ ഐസ് ആണെങ്കിൽ നമ്മൾ വാട്ടർ ലൈനിൽ ആ ഐ ജെൽ ഇടാൻ പാടില്ല. കുറച്ച് വലിയ ഐസ് ആണെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഇടാം.
പക്ഷെ ചെറിയ ഐസിന് നമ്മൾ വാട്ടർ ലൈൻ ഇടാതിരുന്നാൽ കുറച്ച് ഐസ് വലുതായിട്ട് തോന്നിക്കും. ഇവർക്ക് ഭയങ്കര ചെറിയ ഐസാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഐലൈനർ ഇടുന്നു. ഇതൊരു ഐ ജെല്ല് ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എഡ്ജ് ഫിനിഷിങ് ചെയ്യണം. നമ്മളിപ്പം ഐലൈനർ ഇട്ട് കഴിഞ്ഞു. ആദ്യം നമ്മൾ ഐലൈനർ ഇട്ടിട്ട് പിന്നെ ഐ ജെൽ ഇട്ട് ജസ്റ്റ് ഒരു ഫിനിഷിങ് കൊടുത്തു. ഇവർക്ക് ഐ ഷേപ്പ്ലെസ് ആയിട്ടിരിക്കുന്നുണ്ട്, ഒരു ടെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് വാട്ടർ ലൈനിൽ നമ്മൾ ഐലൈനർ ഇടാൻ പോകുന്നില്ല, മീൻസ് ഐ ജെൽ ഇടാൻ പോകുന്നില്ല. പിന്നെ താഴോട്ട് ജസ്റ്റ് ഐ ഷാഡോ ഇട്ട് സ്മച്ച് ചെയ്ത് കൊടുത്താൽ മതി. ബിക്കോസ് നമ്മൾ വലുതായിട്ട് തോന്നിക്കാൻ വേണ്ടി, ഐസ് വലുതായിട്ട് തോന്നിക്കാൻ വേണ്ടിയാണ് ആ ഐ ഷാഡോ ഇട്ട് നമ്മൾ സ്മച്ച് ചെയ്യുന്നത്. അത് ലാസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പോകുന്നത് ഒത്തിരി കൂടുതൽ അല്ലെങ്കിൽ ഈ നമ്മൾ പിഗ്മെൻറ്റേഷൻ ഇരിക്കുന്ന ഭാഗം ഫുൾ കവർ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്കിലോട്ട് പോകാം. ഇപ്പം ലാസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത്. ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ കോസ്റ്റ്യൂമിൻ്റെ അനുസരിച്ചും പിന്നെ അവരുടെ സ്കിൻ ടോണിൻ്റെ അനുസരിച്ച് നമ്മൾ ഇടണം. അവർ നല്ല ഫെയർ സ്കിന്നാണ്, അപ്പോൾ അത്രയും ഡാർക്ക് ലിപ്സ്റ്റിക്ക് അത്രയും സൂട്ട് ആവത്തില്ല. സോ ഒരു ന്യൂഡ് കളറായിട്ട് ഇടാൻ പോകുന്നു.
ലിപ്സ്റ്റിക് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഐബ്രോ ആണ് ചെയ്യാൻ പോകുന്നത്. ഐബ്രോ അവരുടെ ഫേസിന് അനുസരിച്ച് അവരുടെ ഐബ്രോയുടെ തിക്നെസ് അനുസരിച്ചാണ് നമ്മൾ ഐബ്രോ ഇടുന്നത്. പിന്നെ ആ ഐബ്രോ ഇതിൻ്റെ തന്നെ നമ്മൾ താല ജസ്റ്റ് ഒരു സ്മോക്കി കൊടുക്കാൻ പോകുന്നു. നമ്മളുടെ ലൈറ്റ് മേക്കപ്പ് ഫിനിഷായി. നെക്സ്റ്റ് നമ്മൾ ഹെയറാണ് ചെയ്യാൻ പോകുന്നത്. ഹെയർ ഓൾറെഡി നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫ്രണ്ട് ലുക്ക് എങ്ങനെയാണ് കൊടുക്കണം, അവരുടെ ഫേസിനനുസരിച്ച് ഏതാ ലുക്ക് സൂട്ട് ആവുന്നതെന്ന് വെച്ച് നമ്മൾ കാണിച്ചു തരാം. ബൗൺസ് ലുക്ക് കൊടുക്കാനാണ് ഈ ബാക്ക് കോമിങ് ചെയ്തത്. നമ്മളുടെ ഫേസ് മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫിനിഷ് ആയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് എല്ലാം പാർട്ടി മേക്കപ്പും ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്കിൻ ടോണും ഫെയർ ഓർ ഡാർക്ക് സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പിമ്പിൾസ് സ്കിന്നിനും ആ പിമ്പിൾസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഹൈ മേക്കപ്പും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. താങ്ക് യു.